ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. കോഴിക്കോട് പതിയാരക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ബൈക്കിൽ പിന്തുടർന്നെത്തി കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ. പതിയാരക്കര സ്വദേശി മുഹമ്മദ് നിനാസ് ആണ് പിടിയിലായിട്ടുള്ളത്. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനേജ്, ഇയാൾ എവിടെ നിന്നാണ് പിടിയിലായത് ഇപ്പോൾ? ഷഹബാസ്, കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഭിന്നശേഷിക്കാരനായ സിറാജ് സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്ന സമയത്താണ് പ്രതിയായ റിനാസ് പിന്നാലെ ബൈക്കിലെത്തുകയും ഈ സിറാജിനെ ആക്രമിക്കുകയും ചെയ്യുന്നത്. അത് കത്തി പോലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് സിറാജിന്റെ പുറത്തും കഴുത്തിനും ചെവിക്കുമാണ് കുത്തിയത്. സിറാജിന്റെ ചെവി അറ്റു തൂങ്ങിയ നിലയിലായിരുന്നു. വടകര സഹകരണ ആശുപത്രിയിൽ ഇപ്പോഴും സിറാജ് ചികിത്സയിൽ കഴിയുകയാണ്. ഈ സിറാജിനൊപ്പം ഉണ്ടായിരുന്ന സഹയാത്രികാരൻ ബഹളം വെച്ചതോടുകൂടിയാണ് ഈ പ്രതിയായ റിനാസ് അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അങ്ങനെ നാട്ടുകാർ ചേർന്നാണ് സിറാജിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ വടകര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് ഈ പ്രതിയായ റിനാസിനെ പിടികൂടാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ സിറാജുമായുള്ള വ്യക്തി വൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലാണെന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഷഹബാസ്. ശരി സിനോജ്.